Good morning, I am Ajay Kumar, the English trainer from English Academy, Pathanamthitta. Future perfect tense. Future perfect tense is used to express a completed future action before a specified time in future. ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ടൈമിനകത്ത് വെച്ച് ഒരു ജോലി, ഒരു വർക്ക് നമ്മൾ ചെയ്തു തീർക്കും എന്ന് പറയുന്നു. എക്സാമ്പിൾ ഇതിൽ ശ്രദ്ധിക്കുക. ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബിഫോർ യു കം നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ വരുന്നതിനകത്ത് വെച്ച് എന്ന ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫൈഡ് ടൈമിനകത്ത് വെച്ച് ഞാൻ ഈ ജോലി ചെയ്തു തീർക്കും. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആണ്. ഐ ഷാൽ ഹാവ് റിട്ടൺ ദി എക്സാം ബൈ നെക്സ്റ്റ് മൺഡേ. അപ്പോൾ ബൈ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ഒരു സമയമാണ്. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഈസ് യൂസ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ സ്പെസിഫൈഡ് ടൈം. അപ്പോൾ ബൈ എന്നുള്ളത് ടൈം വേർഡ് ഇതിനകത്ത് കാര്യമില്ല. എന്നാൽ പോലും അതിൻ്റെ വേർഡ് ഓർഡർ നമുക്ക് ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് പറയുക, വില്ലോ ഷാലോ പറയുക, മോസ്റ്റ്ലി ഷാലാണ് അതിനകത്ത് ഫോമൽ. പിന്നെ ഹാവ് പറയുക, വെർബിൻ്റെ മൂന്നാമത്തെ രോ ഫോം പറയുക. ഐ ഷാൽ ഹാവ് ഈറ്റൺ, ഐ ഷാൽ ഹാവ് റിട്ടൺ, ഐ ഷാൽ ഹാവ് കംപ്ലീറ്റഡ്, ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ്. ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തനുസരിച്ച് നമ്മളൊരു ജോലി ചെയ്തു തീർക്കും, ഒരു കാര്യം ചെയ്തു തീർക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ടൈമിനകത്ത് വെച്ചൊരു കാര്യം ചെയ്തു തീർക്കും എന്ന് പറയാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ടെൻസാണ്. ടെൻസ് ഈസ് യൂസ്ഫുൾ. സ്റ്റഡി ഓഫ് ടെൻസ് എന്നും പറഞ്ഞുകൊണ്ട് കട്ട ഗ്രാമറായിട്ട് പഠിക്കാതെ ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ടെൻസ് ഈസ് യൂസ്ഫുൾ.